மக்கள் எல்லாருக்குமே வணக்கம். Okay. So I just wanted to ask you one thing. After 16 years, you're back to the Malayalam film industry. What made you choose Balti? So yeah, ரொம்ப வருஷமா I've been wanting to do a Malayalam film because as Tamil audience நாங்கள் என்றைக்குமே வந்து மலையாள சினிமா with a lot of respect we see. Because இங்கே வந்து it is not about business and I mean of course that is there, that's how the business works, but அதை தாண்டி the importance given to content and writing. So அதனால் என்றைக்குமே as an actor and also I see a lot of actors very polished over here because of the kind of filmmaking and the kind of character arcs they get. ஸோ அதனால் as an actor நான் ரொம்ப நாளாக ஒரு மலையாள படத்தில் நடிக்கணும்னு நினச்சிட்டு இருந்தேன். I just told in a previous interview. திடீர்னு ஒரு 2 years I've been manifesting a lot of things. So last year வந்து was again on the 8th August 2024. So it is all 888. So someone told me that இன்னைக்கு manifest பண்ணுங்க எல்லாமே நடக்கும்னு ஒரு பாட்டில் ஆக்சுவலாக எழுதி ஒரு செட் எழுதி போட்டிருந்தேன். I want to do a Malayalam film அப்படின்னு. And that happened that same year itself. Just like and it released on 26th which is 8. ഓക്കെ അടിപൊളി. ഇനി ജിമെയിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് സിനിമയുടെ കുറച്ച് പാർട്ട് കഴിഞ്ഞിട്ടാണ് ആ ഒരു ക്യാരക്ടർ എൻട്രി തന്നെ വരുന്നത് അല്ലേ. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയുക ഫുൾ കളി മാറ്റാണ് എന്ന് വേണമെങ്കിൽ എന്ന് പറയാം. നമ്മൾ കൂടുതൽ റിവീൽ ചെയ്തിരുന്ന പോലെ ഞാൻ പറയുകയാണ്. സോ സോ ഈ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ what was that one thing which strike in your mind? Yes, ഞാൻ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യുവർ ഇൻപുട്സ് ഓൾസോ വിൽ ബി ദർ ഇൻ ദ ക്യാരക്ടറൈസേഷൻ സെറ്റ് ചെയ്യുന്നത് അവർ പറയുന്നതനുസരിച്ച് മൈൻഡിലൊക്കെ. പക്ഷേ ആ ഒരു സംഭവം വരാനായിട്ട് വാട്ട് വാസ് ദറ്റ് വൺ തിങ് വിച്ച് സ്ട്രൈക്ക് യുവർ മൈൻഡ്? ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ആണ്. ബിക്കോസ് അത് എപ്പോഴും കിട്ടുന്നൊരു സാഹചര്യം അല്ല. ഇറ്റ് ഈസ് നോട്ട് വെരി ഓഫൺ ദറ്റ് യു കം അക്രോസ് സ്ക്രിപ്റ്റ്സ് വേ യു ഹാവ് വിമൻ പോർട്രേഡ് ഇൻ എ നെഗറ്റീവ് ഷെയ്ഡ് ഇൻ ദ മെയിൻ ലൈൻ ഓൾസോ. അതുണ്ടല്ലോ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാൾ എന്നുള്ള രീതിയിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ പ്രോസസ്സിൽ പല പല കാര്യങ്ങൾ, ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ് സംവിധായകൻ പറയുന്നത്. എന്നെ കണ്ട അപ്പുറത്തോട് ഓടും, അയ്യോ ചോദ്യമായിട്ട് വരുന്നത്. എനിക്ക് എപ്പോഴും ചോദ്യങ്ങളാണ്, എല്ലാവരെയും കുറിച്ച് ചോദ്യങ്ങളാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് അത് ഞാൻ ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നത്. സോ ആ സ്ക്രിപ്റ്റിൻ്റെ ഇടയിൽ കുറേ സംശയങ്ങൾ ഇങ്ങനെ കഥാപാത്രത്തെ മനസ്സിലാക്കാനും എന്തുകൊണ്ട് അവർ അങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഇത് പ്രോസസ്സിലായിരുന്നു. ബട്ട് ആസ് ഇൻ ടേം ഓഫ് if you're specifically asking about a particular characteristic, I keep skipping that word. Characteristics. Okay, got it. Okay. Or the way of the way how she looks. അതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇൻപുട്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ള ആ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ അകത്തുനിന്ന് വരുന്ന സജഷൻസ് എല്ലാം എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലുക്ക് സ്പെസിഫിക്കലി നമ്മൾ 2-3 ലുക്ക് ട്രൈ ചെയ്തു. ഇൻഫാക്ട് നമ്മൾ വിഗ് ഒക്കെ വെച്ചിട്ടൊക്കെ കുറച്ച് ലുക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ട് ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടൊക്കെ ചെയ്യാം എന്നെല്ലാം വിചാരിച്ചിട്ട്. ബിക്കോസ് കാണാനും വിഷ്വലി ഒരു സോ ദെൻ ആ സമയത്ത് ദാറ്റ്സ് വെൻ ഐ സെഡ് ദാറ്റ് ഇവർക്കൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിൽ ഇവരൊരു സെക്സ് വർക്കർ ആണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്, ആണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. സോ ഇവർക്കൊരു പാസ്റ്റ് ഉണ്ട്. സോ ആൻഡ് ഓൾ ദ സ്റ്റഫ് maybe we should look at it from an aspect where she's a very bold woman and she looks at life very differently than a regular person. Yes. She's someone who takes care of herself. She's someone who has a എന്താ പറയുന്നത്, she's someone who really loves the way she carries herself. അതിനകത്ത് ഭയങ്കര എംപവർമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ലേഡിയാണ് ഇവർ. സോ ഓൾ ദോസ് ബ്രെയിൻ സ്റ്റോമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ. ബട്ട് ഓൾ ടുഗെദർ ഐ തിങ്ക് it came across as something which is different. enigma ഉണ്ടല്ലോ അല്ലേ, there's a point. ട്രൂ. ഇനി ഇതിൽ നമുക്ക് ആ ഒരു ഫൈറ്റ് സീൻസിലേക്ക് വരുമ്പോഴേ, അതായത് ഇപ്പം കബഡി കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് വാസ് ദെയർ, എവറിത്തിങ് വാസ് ദെയർ. ബട്ട് വെൻ യു ആർ സീയിങ് ദ ഫൈറ്റ് സീൻസ്, കബഡി റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഫൈറ്റ് സീൻസ് പോലും ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് യു ആർ എ കബഡി പ്ലെയർ ഓഫ് കോഴ്സ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ഫോർ യു റാദർ ദാൻ എ നോർമൽ ഫൈറ്റ് സീൻ. ഇതിലെ ഫൈറ്റ് സീൻസ് അങ്ങനെ ഡിഫറെൻ്റ് ആയപ്പോൾ വാട്ട് വാസ് വൺ തിങ്? That's what it is about. We practiced for that. The Parker training, stunt training is different and Parker is different. Yeah, of course. So Parker, why we did all that was, in fact, I posted a video on Insta also, where in Kochi we had about 15-20 days practice. எல்லாம் அந்த பல்ட்டி அடிக்கிறது, அந்த பேக் ஃபிளிப் அடிக்கிறது, இதெல்லாம் வந்து இன்ஃபேக்ட் இந்த ஃபிலிம் we have done without any use of ropes or dupes or anything. So இதுக்கு தான் பேசிக்கலி ப்ராக்டிஸ் பண்ணது. பிகாஸ் எல்லாருமே ஸ்டண்ட் பண்றாங்க, பட் வாட் இஸ் த டிஃபரன்ஸ் we are showing in பல்ட்டி அப்படின்னா வந்து it is the kabaddi players who are using these, how they are using their kabaddi tricks to fight gangsters, fight everyone அப்படின்னா. So again, coming back to the first question you asked, what is Balti to me? I would say Balti is wholesome
it is a complete theatrical experience. Everyone wants to, why do people want to go to theaters today? Because even in OTT எல்லாம் நிறைய வந்துருச்சு, but going to a theater, they want to experience something larger than life. That is what Balti is, and you will only get it when you go and watch it in the theater. Romance venumanengil romance is there, action venumanengil action is there, Villanism, പാട്ട് dance ഉണ്ട്, and then there is and then there's peak, revenge, எல்லாமே இருக்கு. So that is, so Balti definitely, you know, I mean, including Sai Abhinkar's music. True, it is and absolute. then and then all the sound effects and everything part, the cinematography, everything. സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വൺ ഷോട്ടിൽ പോകുന്ന ഫൈറ്റ് സീൻ ഉണ്ട് അല്ലേ, അത് എത്ര ഷോട്ട് പോയി കാണുമോ? ദോശക്കട ഫൈറ്റ്, hotel scene fight. ഹോട്ടൽ സീൻ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ മുടിച്ചിട്ടാ പോകുന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ അത് ആ ഒറ്റ ഷോട്ടിൽ പോകുമ്പം ഐ വാസ് ജസ്റ്റ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദാറ്റ് ഷോട്ട്. അത് എപ്പോൾ എങ്ങനെ എവിടുന്ന് എങ്ങോട്ടേക്കൊക്കെ വരുന്നു എന്നുള്ളത് ഒരാൾ തെറ്റിയാൽ മാറുന്ന കാര്യമാണ് ഈ വൺ ഷോട്ട് എന്ന് പറയുന്നത്. സോ ഹൗ ഡിഫിക്കൽട്ട് ദാറ്റ് ഷോട്ട് വാസ്. ആൻഡ് അതിലായിരുന്നു ഷെയ്ൻ ആക്ച്വലി ഗോട്ട് ഇൻജേർഡ് എ ലിറ്റിൽ ബിറ്റ്. തല കൊണ്ട് ഇടിക്കുന്ന ഒരു സീനിൽ, സോ അവിടെ നമ്മൾ ഒരു ഫ്രെയിം വെച്ചിട്ട് അതിൽ നിന്ന് ബോംബ് പൊട്ടും. സോ നോർമലി ഈച്ച് ലെയറിൽ നമ്മൾ 3 ബോംബ്സേ വെക്കുള്ളൂ. നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ അതിന്റെ എഫക്റ്റ് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞ് 7 എണ്ണം വെച്ചു. And Shane was not aware of it. So And plus it was not just 2 slabs of glass. அந்த ஆர்ட் டைரக்டர் என்ன பண்ணிட்டாங்க, அதான் to bring out more effect, they brought about 5 or 6 layers of glass, you know, different patches. So அதனால to break each patch of the glass they had to set up a bomb. So there were more number of you know, bomb pieces over there. എല്ലാരും ആവേശ് കുമാർ ആയിരുന്നു. മൊത്തത്തിൽ ഈ മൂവിയിൽ ഒരു ആവേശം ഉണ്ടായിരുന്നില്ല on set, So because that is there is a exactly lot why, of if you, why we, as we have mentioned before, ഇതെല്ലാം ഹാൻഡ് പിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ആവേശം കിട്ടാനാണ്. നമ്മളിപ്പോൾ ഒരു സായി അഭ്യങ്കറിനെ ആണെങ്കിലോ സോഡാ ബാബു ആയിട്ട് അൽഫോൻസ് പുത്രനെ കൊണ്ടുവന്ന ആ എനർജി ബിൽഡ് ചെയ്യാനാണ്. ഹൗ എക്സ്പെരിമെന്റൽ വാസ് ദിസ്? കാരണം ഇപ്പൊ സായ ഭയങ്കർ ആണെങ്കിലും മൂവിയിലെ ആക്ട്രസ് ആണെങ്കിലും എവറിബഡീസ് ഫസ്റ്റ് ടൈം. ഇത് എക്സ്പെരിമെന്റൽ അല്ലായിരുന്നു, ബിക്കോസ് ഇറ്റ് ഓൾ പ്ലാൻഡ് ആൻഡ് വെരി വെൽ തോട്ട് ഔട്ട്. ഇപ്പം ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഇൻക്ലൂഡിങ് ജീമ എന്ന് നിങ്ങളിപ്പോൾ ഇത്രയും പ്രേസ് ചെയ്യുന്നത്, we had to go through a lot of names, XYZ. Shantanu's almost 20, and we actually, the big names were there before, not that he's not a big name, but there were really big names which we had to let go. It would have helped the commercial value more, but the character wise it was only Shantanu which fitted. He was the 22nd person that then we finalized. Wow. like manifestation. Something somewhere, I always believe that, you know, your efforts and everything நம்ம எவ்வளவு honest-ஆ போடுறோமோ that will pay off one day. I think that's what happened in Balti. And again, thanks to the producers, inga beyond market and all that, like I said about Malayalam industry, inga வந்து it was all handpicked about, you know, who they thought, who they trusted will pull off the characters. So I think இது வந்து only if this reaches to the audience and everyone appreciate, I mean they are all already appreciating us, but இது இன்னும் நல்லா reach ஆச்சுனா it will give a confidence to a lot more producers, a lot more filmmakers to do something like this rather than just going behind business. Staying honest to the subject. Correct. അതാണല്ലോ നടന്നിരിക്കുന്നത്. അതായത് വാട്ട് എവർ ഫിറ്റ്സ് ഇൻ വെൽ അത് പിക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവം. ഇന്ന് ജിഎംക്ക് we cannot think of any other person. Can we even imagine someone else after what she's pulled off? അല്ലേ? But Shane, thank you so much. So sweet about every character. ഇപ്പം ഷെയ്നിന്റെ ക്യാരക്ടർ ഒരു കോൺസ്റ്റന്റ്. ഇന്ന് മലയാളം സിനിമയിൽ ഷെയ്ൻ അല്ലാതെ ഈ ക്യാരക്ടർ ചെയ്യാൻ ആരും ഇല്ല, പറ്റില്ലായിരുന്നു. സോ ആ ഒരു കമേഴ്ഷ്യൽ ആംഗിളും പെർഫോമൻസ് ആംഗിളും so I was coming there. First, Alphonse Putrana, Soda Babu, നമുക്ക് ആ swag ആയിരുന്നു ഏറ്റവും important. ആ swag, again, we came up with so many names. But Alphonse was the Alphonseന്റെ പ്രേമത്തിൽ അയ്യോ ആ swag ആണ് നമുക്ക് ഇതിൽ വേണ്ടത്. So for him it didn't need to act itself. He just came and just performed. He had fun. He was super fun and he made everyone comfortable. പിന്നെ ഉള്ള സെൽവരാഘവൻ sir. Again, today Selvaraghavan sir, he has an aura of ഒരു fear. He builds that fear on the, നമ്മുടെ താരിലും സെൽവരാഘവൻ സാറിനെ സെറ്റ് ചെയ്യുന്ന അന്ന് ചോദിക്കാൻ ഞാൻ പോകില്ല, പ്രൊഡ്യൂസറായ നമുക്ക് പോലും. ബട്ട് ഈസ് സച്ച് എ സ്വീറ്റ് പേഴ്സൺ. വെൻ യു മീറ്റ് ഹിം ഇൻ ഈസ് റിയലി റിയലി സ്വീറ്റ്. ബട്ട് ഹി ബോട്ട് ഇൻ ദാറ്റ് ഫിയർ അല്ലേ, ആ ഒരു ഓറ ഉണ്ട്. സോ അതുപോലെ എവറി ക്യാരക്ടർ, കാരണം എല്ലാവരുടെ പേര് നമുക്കറിയാം, സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ പേര് നമ്മുടെ മനസ്സിലുണ്ട്. കണക്ടിങ് അല്ലേ ആ ഒരു. ഇതിലെ 2 വേറെ ആർട്ടിസ്റ്റ് വിത്ത് ദം, there are 4 players.
ആ രണ്ടുപേരും they have also done so well. അതിൽ ഒരാള് ശിവ ആൻഡ് ജെക്സൺ is his debut and he came through an audition. പുള്ളി ഒരു നാഷണൽ കബഡി പ്ലെയർ ആണ്. But look at his performance. So that was something. ഇവൻ പ്രദീപ് എന്നുള്ള ക്യാരക്ടറാണല്ലോ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, ആ അക്ഷയുടെ പേരിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ചന്ദ്രേട്ടൻ കുറച്ച് സമയമായിട്ട് അതെ അപ്പൊ ചന്ദ്രേട്ടന്റെ റോള് പോലും ഇറ്റ് വാസ് വെരി അഗൈൻ ഓൾ ഹാൻഡ് പിക്ക്. ചന്ദ്രേട്ടൻ ആ റോള് ഫിറ്റ് ആയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ലായിരുന്നു അല്ലേ അത്. And he's done it well. He's got a combination scene with Selvaraghavan sir. നമ്മളൊക്കെ പേടിക്കുന്ന സാറിനെ പുള്ളി പിടിച്ച് വരട്ടിയിട്ട് പോകുന്നുണ്ട്. ഇല്ല, എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, സന്തോഷം ഞാനുള്ള റിലേഷൻ അറിയാം, ഈസ് വെരി ക്ലോസ് ടു മീ. അപ്പം പടം എടുക്കുന്ന ഒരു ഇതിനു മുമ്പും താൻ കേസ് കൊടുക്കുന്ന സിനിമയിൽ ആ ലാസ്റ്റ് സീൻ വരുന്നില്ലേ, ബേസിൽ വരുന്ന സീൻ, അത് ആക്ച്വലി ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അന്ന് വിളിച്ചു, പക്ഷെ അന്ന് കാസർഗോഡ് വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ട്, അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പം ഇപ്പം ഈ കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ റോളിന് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. കാര്യം ഇത് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം വേറെ ആരും നോക്കേണ്ടി വന്നില്ല. ഇതിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, ഐ ഡിൻറ്റ് ഫീൽ ലൈക്ക് ഐ വാസ് ആക്ടിങ് ബിക്കോസ് ഇറ്റ് വാസ് ഓൾ ദ ഫാമിലി. എൻ്റെ ഒരു ഫാമിലിയിൽ ഉള്ള ആൾക്കാർ എല്ലാവരും ദേ ആർ ഓൾ നോൺ ടു മീ ഫോർ ലോങ് ടൈം. സന്തുനെ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പം സെറ്റിൽ കണ്ടത്. ആൻഡ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് വെൻ ഐ വാസ് ആക്ടിങ് മൈ കൗണ്ടർ പാർട്ട് ഈസ് ഏറ്റവും വലിയ വൺ ഓഫ് ദി ലെജൻഡറി ഓഫ് ദ തമിഴ് ഡയറക്ടർ. അപ്പോൾ അത് മാത്രം ആദ്യം കുറച്ചൊരു പേടിയായിരുന്നു. ഡയറക്ടറിനോട് പറഞ്ഞു, സാർ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ഇതാണ്. അപ്പോൾ ഫസ്റ്റ് സീൻ എൻ്റെ ലാസ്റ്റ് സീനാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ബാങ്ക് ഇനാഗുറേഷൻ. അപ്പോൾ ഞാൻ വന്ന് കാർ എന്നോട് പറഞ്ഞ് ആ നിൽക്കുന്നതാണ് സെൽവരാഘവൻ. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് വന്ന് ഷോട്ട് എടുത്തു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോട്ട് അത് ഓക്കെ ആയിരുന്നു തോന്നുന്നു. സെക്കൻഡ് ഷോട്ടിൽ ഓക്കെ ആയിരുന്നു. കാര്യം ആദ്യം വന്നപ്പോൾ ഒരു വിറകളുണ്ടായിരുന്നു ഇയാളെന്ന് നോക്കിയപ്പോൾ. പക്ഷേ എനിക്കതിൽ ഏറ്റവും വലിയൊരു അവാർഡ് പോലെ എന്ന് വെച്ചാൽ സെക്കൻഡ് ഡേയിലാണ് ആ ബാൽക്കണി നിൽക്കുന്ന ഷോട്ട് ഞങ്ങൾ എടുത്തത്, ആ ഫസ്റ്റ് സീൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് തോളെ കൈവച്ചിട്ട് ആ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങൾ എത്ര മലയാളം പടത്തിലാണ്? നമ്മൾ ഒരേ ഒരു പടത്തിലെ കടുവായില്ലേ? ആ ഓക്കെ. അപ്പോൾ സാർ ഏதாவது தப்பு பண்ணிட்டு நேற்று இல்லை சார் ரொம்ப நல்லா இருக்குது, நான் கூப்பிட்டா வருங்களா? நான் சொன்னேன், எப்போ வேணா கூப்பிடு சார், അപ്പോൾ അത് ഇറ്റ് വാസ് എൻ അവാർഡ് ഫോർ മീ ബിക്കോസ് എ പേഴ്സൺ ലൈക്ക് ഹിം ദോ ഹി ഡസൻറ്റ് ടോക്ക്. ഞാൻ ആദ്യം നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോഴല്ലേ നമുക്കൊരു ഇത് വരത്തുള്ളൂ. അപ്പം ഹീ ഈസ് കീപ്പിംഗ് ക്വയറ്റ്. സോ ഐ തോട്ട് ദാറ്റ് ചിലപ്പം മേ ബി ഹി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, ബട്ട് ദാറ്റ് വാസ് stunning for me. Like when he asked, now Gupta Varangala. Very sweet person. Yeah, he's very nice. It was a very good experience for me. എൻ്റെ രണ്ടാമത്തെ പടമാണ് കടുവ കഴിഞ്ഞിട്ട് ഇതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു പടം, അതും ഈ പടം കാരണം കിട്ടിയതാണ്, ഹൃദയപൂർവ്വം. ദാറ്റ് ഈസ് ബിക്കോസ് ഐ വാസ് ദേർ ഇൻ കൊച്ചിൻ ഫോർ ഗോയിങ് ടു പൊള്ളാച്ചി ഫോർ ദിസ് വൺ. സോ ദേ ചന്ദ്രന്റെ ഇനി ബിസി ആവാൻ പോവാണ്, അങ്ങനെ പറയണം, കണ്ടില്ലേ? ഇനി തമിഴൊക്കെ പഠിച്ചോട്ടോ, ഏത് ഭാഷ വേണമെങ്കിലും പഠിച്ചോ. സോ എന്തായാലും ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ. ആൻഡ് ദോഹയിലുള്ളവർക്കെല്ലാം ഞാൻ അടിച്ചു കയറ്റി തിയേറ്റർ കാണാൻ. പടം കാണാത്തൊരു എൻ്റെ അടുത്ത് മിണ്ടിയൊക്കെ സന്തോഷേട്ടന്റെ മൈൻഡിലെ ബിസിനസ്. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ ചന്ദ്രേട്ടനെ ഇഷ്ടമുള്ളവർ എല്ലാവരും എന്തായാലും പോയി കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി കമ്മിങ് ബാക്ക് ടു ദ സെറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 അല്ല 2 അല്ല 3 ഡയറക്ടേഴ്സിന്റെ ചുറ്റും നിന്നായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇപ്പുറത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഷെൽവരാജ് സാർ വേറൊരു ലെവൽ ഡയറക്ടർ, ഇപ്പുറത്ത് വേണമെങ്കിൽ അൽഫോൻസ് പുത്രൻ, അതുപോലെ തന്നെ ദ മെയിൻ ഡയറക്ടർ. അപ്പോൾ ഈ ഒരു 3 ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു പ്രഷർ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം തോന്നിയായിരുന്നോ? ഇല്ല, அப்படியே இல்லை. இன்ஃபேக்ட் ஐ திங்க் I'm an actor. I'm still working towards to achieve a much bigger goal. But someone like Alphonse sir who's already proved himself, someone like Selvaraghavan sir who's considered a genius, everyone surrendered themselves to the director Unni Sivalingam because he was so clear cut in his writing and the way he was shooting it. In fact உன்னி வந்து 2-3 வாட்டி வந்து கூப்பிட்டார் செல்வா சார், சார் ஃபுட்டேஜ் வந்து பாருங்க ஷூட் பண்ணதுன்னு. இல்லை உன்னி நீ என்ன எடுக்கிற நல்லா தெரியும், நல்லா எடுக்கிற நீ போ அப்படின்னு சொன்னார். ஸோ தட் வாஸ் த ட்ரஸ்ட் ஹி ஹேட் ஆன் உன்னி. ஸோ அதனால there was no pressure for us. எனக்கெல்லாம் வந்து நான் சென்னையில் செல்வா சாரை மீட்டே பண்ணதில்லை. ஃபர்ஸ்ட் டைம் ஐ மீட்டிங் ஹிம் அந்த கேரளாவில் பாலக்காடில் வி ஹேட் தட் அந்த சாங்கோட ஒரு மாண்டாஜ் ஷாட் இருந்துச்சு. அப்போ நான் ஷேன் இந்த சிவா ஜாக்சன் எல்லாரும் அப்படியே பயந்துட்டு இருக்கோம், ஐயோ செல்வா சார்னு. அவர் அப்படியே சைலண்ட்டாக அப்படியே வந்தார், அப்படின்னு சொல்லிட்டு அப்படியே ஒரு ஸ்மைல் ஒன்று பண்ணார். அதுக்கப்புறம் காரில் உட்காந்து தட் சீக்வன்ஸ் வாஸ் சப்போஸ் டு பி ஒரு பாயிண்ட்டுக்கு மேலே அவர் பாண்ட் இஸ் டெவலப்ட் ரியலி வெல்.
ஸோ எல்லாரும் பயங்கர ஜாலியாக பேசணும் அந்த சாங்கில். எங்களுக்கு என்ன பேசுறது, ஹவு டு வி இன்டராக்ட் வித் தெரியல, பிகாஸ் ஹீ செல்வராகவன் சார் ஃபார் அஸ். ஆக்ஷன்னு சொன்னோன்னே ஏதோ ஒரு 2 வருஷம் எங்களோட பழகின ஃப்ரெண்டு மாதிரி ஹி வாஸ் டாக்கிங் டு அஸ். இம்மீடியட் ஐஸ் பிரேக்கர் ஃபார் ஆல் ஆஃப் அஸ். அண்ட் அது மணி அந்த கேரக்டர் ஜாக்சன்ல ஹி வாஸ் மேக்கிங் ஃபன் ஆஃப் ஹிம், ட்ரோலிங் ஹிம் ஃபுல் டைம். ஸோ அது வந்து யூனோ லைக் அன் ஐஸ் பிரேக்கர் ஃபார் அஸ். அண்ட் அது ഇമ്മീഡിയറ്റാக அந்த பாண்ட் ஒன்று സെറ്റ് ആയിരിച്ചു. നമുക്ക് ഡയറക്ടറെ കുറിച്ചുകൂടി പറയാതിരിക്കാൻ പറ്റില്ല, കാരണം പുള്ളിയുടെ പല ഇൻ്റർവ്യൂസ് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ആ മൂവിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. എന്താണ് പ്രൊഡ്യൂസറിന് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്, പ്രത്യേകിച്ച് ആ പേരുകൾ സെലക്ട് ചെയ്ത്? ഇപ്പോൾ ജീമ, ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര്, ഒരു പെക്യുലിയർ നെയിമാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡയറക്ടറുടെ ആ ഒരു എഫേർട്ടിനെ എങ്ങനെ കാണുന്നു? അല്ല, ഡയറക്ടർ നമ്മൾ ഈ കഥ കേൾക്കുന്നത് ഞാൻ ജൂൺ ലാസ്റ്റ് ഇയർ 2024 അപ്പം ആക്ച്വലി കാരണം പുള്ളിക്ക് ഒരു ഹിസ്റ്ററി ഇല്ല ഓഫ് മൂവി മേക്കിംഗ്. ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെന്നല്ലാതെ പുള്ളിക്കൊരു ഹിസ്റ്ററി ഇല്ല. ഡസ് ഹി ഹാവ് ദ ടെക്നിക്കൽ എക്സ്പെർട്ടീസ്? ഐ ഡോണ്ട് നോ. സോ വെൻ ഹി കെയിം കഥ പറയാൻ വന്നപ്പം ഞാൻ വിചാരിച്ചൊക്കെ ഒരു അരമണിക്കൂർ കേട്ടിട്ട് വീൽ സ്കിപ്പ് ത്രൂ ആൻഡ് ഐ ഹാഡ് സം അതർ മീറ്റിംഗ്സ്. ഞാൻ കണ്ടു കേട്ടു എന്ന് അറ്റ്ലീസ്റ്റ് അങ്ങനെയായി ഒരു ബോക്സ് ടിക്ക് ചെയ്തിട്ട് പോവാം. ബട്ട് ദ മൊമെന്റ് ഹി സ്റ്റാർട്ട് നറേറ്റിംഗ് വി സാറ്റ് ഫോർ 4 hours, 4 മണിക്കൂർ ഇരുന്ന് കഥ പറഞ്ഞിട്ട് we immediately said we are doing this movie. അങ്ങനെ പക്ഷേ clarity of thought was very much there. Then we assembled a team. അതാണ് ഞാൻ നേരത്തെ ശാന്തനു നമ്മൾ പറഞ്ഞത്, ഇതിൻ്റെ ഓരോ ടെക്നിക്കൽ ക്രൂ പോലും ഹാൻഡ് പിക്ഡ് ആണ്. ബിക്കോസ് ദ ഡയറക്ടർ ഇസ് ന്യൂ. സോ പുള്ളിയുടെ ഇൻഎക്സ്പീരിയൻസിനെ ഓവർകം ചെയ്യാൻ നമ്മൾ അതുപോലത്തെ ഒരു ടീമാണ് സെറ്റ്. ഇപ്പോൾ അലക്സ് ജെ പുള്ളിക്കൻ എന്ന് പറഞ്ഞ ക്യാമറമാൻ, ദ DOP, RDXും ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്ത. ദെൻ വി ഹാഡ് എ ക്രിയേറ്റീവ് ഡയറക്ടർ വാവ നജുമുദ്ദീൻ, എമ്പുരാനും ലൂസിഫർ. ഇതൊക്കെ നമ്മൾ വെച്ചത് ബിക്കോസ് വി ന്യൂ ദാറ്റ് ഹി വിൽ ഹാവ് ഹിസ് ഇൻഎക്സ്പീരിയൻസ് ഇൻ ദ മേക്കിംഗ് പ്രോസസ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു ടീമിനെ സെറ്റ് ചെയ്തത്. യെസ്, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു വലിയ ടീമിൻ്റെ വലിയൊരു ഹാർഡ് വർക്ക് തന്നെയാണ് വിച്ച് വി ആർ സീയിങ് ഓൺ ദ സ്ക്രീൻ റൈറ്റ് നൗ. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ബൾട്ടി കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ പോയി കാണൂ. പക്ഷേ ഇന്ന് വേണമെങ്കിൽ രാത്രിത്തെ ഷോ എടുത്താൽ മതി കേട്ടോ, കാരണം ഇവരെ കാണാൻ ആദ്യം വരണം. അതിന് വേണ്ടിയിട്ട് നേരെ നമ്മുടെ സഫാരിയിലേക്ക് എത്തുക. സോ ദേ ഓൾ ആർ ഗോയിങ് ടു ജോയിൻ വിത്ത് ദിസ്. അപ്പോൾ നമ്മുടെ സ്കൈ മീഡിയ ആൻഡ് റേഡിയോ സുനോ സംഘടിപ്പിക്കുന്ന ഈ ഒരു സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് വി ഓൾ വിൽ ബി ദെയർ അറ്റ് സഫാരി മോൾ അബു ഹമൂർ. വൈകുന്നേരം ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പം തന്നെ നിങ്ങൾ ഇറങ്ങിക്കോ, കാരണം ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും ഇവരും അവിടെ എത്തുന്നതായിരിക്കും. സോ പ്ലീസ് നിങ്ങൾ ഒരുമിച്ച് തന്നെ ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെയും അതുപോലെ ഫേസ്ബുക്കിൽ ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഒക്കെ തന്നെ ഡയറക്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തോളൂ. ഓക്കെ, സോ അപ്പോൾ கத்தாரில் உள்ள மலையாளிஸ் எல்லாருக்கும் கத்தாரில் இருக்கிற தமிழர்கள் எல்லாருக்குமே நாங்கள் வந்து we have come all the way just to see all of you and promote our film. So கண்டிப்பாக come see us at எந்த மால் இது? Safari Mall. Yes, Abu Hamur. എല്ലാ ഖത്തർ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എല്ലാവരും വൈകുന്നേരം വരണോട്ടോ സഫാരി മോളിൽ. നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ബൾട്ടിയുടെ സക്സസ് പാർട്ടിയാണ്. എല്ലാവരും ഞങ്ങളോടൊപ്പം ഈ ആഘോഷത്തിൽ പങ്കുചേരണം. ഓക്കെ, ഷുവർ സർ. അപ്പോൾ എല്ലാവരും സഫാരി മോളിൽ 7 മണിക്ക് വി വിൽ സീ യു ദെയർ അറ്റ് 7. ഈ സിനിമ ഒരു ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനും ഇതേപോലെ റേഡിയോ കേട്ട് ആസ്വദിച്ച് ദുബായിൽ നമ്മളങ്ങ് നടന്ന്, പക്ഷെ സിനിമ ഒരു ഇഷ്ടവും പാഷനായ ഒരാൾ, ഇതൊരു പ്രൂഫാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നെങ്കിൽ ഈ എല്ലാ കേൾക്കുന്ന എല്ലാവർക്കും ദേ ഹാവ് എ ചാൻസ് ടു ബി വേ യു വോണ്ട് ടു ബി. സോ പ്ലീസ് ബി ദെയർ അറ്റ് 7. ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ 7 അല്ല, ഇപ്പൊ 6:30 ഇറങ്ങിക്കോ. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ കറക്റ്റ് എത്തുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ ഇറങ്ങിക്കോളൂ. നമ്മുടെ അബു ഹമർ സഫാരി മോളിൽ റേഡിയോ സുനോ ടീമും ഉണ്ടാവും, ബൾട്ടി ടീമും ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ് യു. അപ്പം നമുക്ക് ഒരുമിച്ച് അവിടെ പോയിട്ട് കാണാം. അതിനു മുൻപായിട്ട് എല്ലാവരോടും ഒരുമിച്ച് നമുക്ക് പറയാവേ, ഞങ്ങളുടെ ടാഗ് ലൈൻ ആണ് കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഓക്കെ, സോ കേട്ട് കേട്ട് കൂട്ടുകൂടാം. Okay. അപ്പോൾ here with me, Shantanu, Purnima and Jinu with us, and കേട്ട് കേട്ട് പേരെന്തായിരുന്നു പറഞ്ഞേ? അയ്യോ ഞാനിപ്പോ എന്താ പറഞ്ഞേ? You said Jinu. We got confused in that. സോറി. നമുക്കിപ്പോ ഞാൻ റേഡിയോ സുനോ 91.7 FM എന്ന് പറയാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. യെസ്, you're listening to Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Yes, that's it.